ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഏണിംഗ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. ഇതുവരെ ആരും തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോയും കാര്യമില്ല. ലൈവായിട്ട് ഏൺ ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്തും കാണിച്ചു തരാം. ഇതിൽ പ്രൊമോ കോഡും കാര്യമൊക്കെ ഉണ്ട്. പ്രൊമോ കോഡ് എൻ്റർ ചെയ്ത് കോയിൻസ് കളക്ട് ചെയ്ത് ഏൺ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യം ഡിസ്ക്രിപ്ഷനിൽ ബോക്സ് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷനും കാര്യമൊക്കെ ഡൗൺലോഡ് ചെയ്തോ. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ എൻ്റെ റെഫർ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ റെഫർ കോഡ് നിങ്ങൾ തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് താഴായിട്ട് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സൈൻ ബോണസ് ലൂട്ടും ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ റെഫർ കോഡ് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സൈൻ ബോണസ് ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ റെഫർ കോഡ് അടിച്ചിട്ട് നിങ്ങൾ അവിടെ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്കായിട്ട് 250 പോയിൻറ്റ് എൻ്റെ റെഫർ കോഡ് വഴി നിങ്ങൾക്ക് കിട്ടും. അത് ക്ലെയിം ചെയ്തെടുത്തോ. അത് നിങ്ങൾ കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല ടാസ്കും കാര്യവും അതിൻ്റെ ബഗ്ഗും കാര്യമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഗിവ് എവേ കോഡ് ഞാൻ ക്ലെയിം ചെയ്ത് കാണിച്ചു തരാം. ഗിവ് എവേ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലെയിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ പേജ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ഗിവ് എവേ കോഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഗെയിം 150 കോയിൻസ്. ഓക്കെ, അത് നമുക്ക് കോപ്പി ചെയ്തെടുക്കുമ്പോൾ ചെറിയ ആഡിൽ വാരി വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോപ്പി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് ക്ലെയിം നൗ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളോട് പറയുന്നത് പ്ലേ ഗെയിം മസ്റ്റ് ആയിട്ട് കളിക്കണം. ഒരു ഗെയിമെങ്കിലും കളിച്ചാലേ നിങ്ങൾക്ക് ഗിവ് എവേ കോഡ് ക്ലെയിം ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ എന്ന് ഫസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ ആ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്ലേ ഗെയിം കളിക്കാൻ വേണ്ടി നിങ്ങൾ ഹോം സ്ക്രീനിൽ വന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് പ്ലേ ടൈം ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ ലോഡും കാര്യം നടക്കും. നിങ്ങളൊരു പെർമിഷനും കാര്യം ചോദിക്കും. ജസ്റ്റ് ആ പെർമിഷൻ ഒക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്തതിന് ശേഷം നിങ്ങളായിട്ട് ഇതുപോലെ പേജ് വരും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് എനിക്ക് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ പെർ ലെവലിന് ഇത്ര കോയിൻസ് 3 കോയിൻസ് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റിൽ 20 കോയിൻസ് 40 കോയിൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി. ഓക്കെ, ഓപ്പൺ ആക്കിയതിന് ശേഷമുള്ളതാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഇപ്പം ഇവിടെ ഗെയിം കളിക്കുക. ഓക്കെ, ഗെയിം കളിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓരോ ഗെയിം ലെവലുണ്ട്. ഓക്കെ, ആ ലെവൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കോയിൻസ് കാര്യങ്ങളുടെ വാലറ്റിലോട്ട് ആഡ് ആവുള്ളൂ. ഓക്കെ, ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ഗെയിംസ് മസ്റ്റായിട്ട് കളിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് അപ്പോൾ ഞാനിതൊന്ന് കളിച്ച് തീർന്നിട്ട് ഞാൻ ബാക്കി ഫുള്ളായിട്ട് കാണിച്ചു തരാം. തീരാറായിട്ടുണ്ട്. തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഗെയിം റിവാർഡ് കോയിൻസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഡായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോകുക. അപ്പോൾ എനിക്ക് ഇവിടെ കാണാം 1 കോയിൻസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഗിവ് എവേ കോഡ് ക്ലെയിം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 150 കോയിൻസ് ആണ് ഗിവ് എവേ കോഡ് കിട്ടുന്നത് കേട്ടോ. അവർ പറയുന്നത് കോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കോഡ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ല. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആഡ് വരും. ഓക്കെ, നിങ്ങൾ കോപ്പി ചെയ്യേണ്ട, ഗിവ് എവേ കോഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 150 കോയിൻസ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലെയിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് 150 കോയിൻസ് ഗിവ് എവേ കോഡായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലെയിം ചെയ്തു. ഏകദേശം എനിക്ക് 400 കോയിൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ലൈവായിട്ട് ഇവിടെ വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നത് ജസ്റ്റ് ബഗ് കാര്യം ചെയ്ത് കാണിച്ചു തരാം. 2 ആപ്ലിക്കേഷൻ്റെ ബഗ്ഗാണ് ഒരു ആപ്ലിക്കേഷൻ്റെ ബഗ് കാര്യമാണ് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ സെറ്റിങ്സും കാര്യമൊക്കെ ഓപ്പൺ ആക്കി എടുക്കേണ്ടി വരും. നമുക്ക് ടാസ്ക് കാര്യമൊക്കെ ചെയ്ത് എവിടെ ആ ബഗ് കാര്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് എവേ കോഡ് ക്ലെയിം ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോഡ് മാത്രമേ ഇവിടെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആരും പറഞ്ഞ് ബോറടിപ്പിക്കില്ല. നമുക്ക് ഡയറക്റ്റ്
ബഗ്ഗിലേക്ക് പോകാം. നിങ്ങൾ സെറ്റിങ്സും കാര്യമൊക്കെ ഓപ്പൺ ആക്കി എടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും. ആ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ ഗൂഗിൾ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ ഐ ഡിയും കാര്യമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഓപ്ഷൻ വരും. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത ഗൂഗിൾ ഐ ഡിയും കാര്യവും സെലക്ട് ചെയ്ത് ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. നിങ്ങൾക്ക് ഇവിടെ റിസെറ്റ് ഐ ഡി വേണോ ഡിലീറ്റ് ഐ ഡി വേണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ഐ ഡി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐ ഡി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഗെറ്റ് ന്യൂ ഐ ഡി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺഫേം കൊടുക്കും. ഓക്കെ, അതിനുശേഷം റിസെറ്റ് ഐ ഡി ക്ലിക്ക് ചെയ്ത് 3 പ്രാവശ്യം ഒന്ന് റിസെറ്റ് ഐ ഡി കൺഫേം കൊടുത്തേക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെയിൻ ആപ്ലിക്കേഷനിലെ ടാസ്ക് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ടാസ്കും കാര്യം ഓപ്പൺ ആക്കിയാണ് വെച്ചാൽ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് അഡ്മിൻ 1. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി പോകും. അവിടുന്ന് പ്ലേ സ്റ്റോറിന് ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്തു. ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓപ്പൺ ഓപ്ഷൻ ഉണ്ടാവും. ഓപ്പൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബഗ്ഗും കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് മൊബൈൽ നമ്പർ അടിക്കുന്നിടത്ത് നിങ്ങളെ പെർമിഷൻ അലോ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ആണോ ചെയ്തതല്ലേ എന്നുള്ളൊരു വിഷയം കാര്യമല്ല. നിങ്ങളുടെ നമ്പറും കാര്യം ലോഗിൻ നമ്പറും കാര്യം എൻ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി പി ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മേലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ലോഡിങ് കാര്യമൊക്കെ നടക്കുന്നതായിരിക്കും. അപ്പോൾ ലോഡ് നടന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾ രജിസ്റ്ററും കാര്യമൊക്കെ ചെയ്ത് ഇതുപോലെ ഓപ്ഷനിൽ വന്ന് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ നെയിമും കാര്യം അവിടെ നിന്ന് മാറ്റുക. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും ഒന്ന് ചേഞ്ച് വരുത്തുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ അപ്ഡേറ്റ് സക്സസ് ആവുട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊഫൈലൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പ്രൊഫൈൽ അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ മാസമോ തീയതിയോ എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് ചേഞ്ച് വരുത്തുക കേട്ടോ. ഓക്കെ, ഞാനിവിടെ മാസം ഒന്ന് ചേഞ്ച് വരുത്തുകയാണ്. 12 മാസമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സബ്മിറ്റുള്ള ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഏകദേശം 2-3 മിനിറ്റ് മസ്റ്റായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജും കാര്യം വരും. എന്ത് കോയിൻസ് ആഡഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിച്ചിട്ടുള്ളതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോയിൻസ് കാര്യം കിട്ടിയതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ച് എനിക്ക് 220 കോയിൻസ് ആഡ് സക്സസ് ആയിട്ടുണ്ട് ഈ ബഗ് കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻ ടാസ്ക് ആപ്ലിക്കേഷനിലേക്ക് പോവുക. അപ്പോൾ ഇതിൻ്റെ 400 കോയിൻസ് ഇപ്പോൾ 621 കോയിൻസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് അടുത്തൊരു ബഗ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടുപുറത്ത് ഒരു ഓഫർ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ആപ്പ് ടാസ്കിൻ്റെ മേലെ പുറത്ത് ഒരു ഓഫർ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതുപോലെ വന്ന് 5 സ്റ്റാറിൻ്റെ ഒരു ബൈ 5 സ്റ്റാർ ഓഫർ ഉണ്ടാവും 161 കോയിൻസിൻ്റെ. അപ്പോൾ അതും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഗെറ്റ് സ്റ്റാർട്ട് 161 കോയിൻസ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റിലേക്ക് പോകും. വെബ്സൈറ്റിൽ പോയി നേടാൻ നെയിം എൻ്റർ ചെയ്യുക, ഇമെയിൽ എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പറും കാര്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ടും ടിക്ക് ചെയ്തിട്ട് ഗെറ്റ് ഒ ടി പി ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരിക. OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ OTP കാര്യം എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ രജിസ്റ്ററും കാര്യമൊക്കെ അവിടെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടേക്ക് ഓപ്ഷൻ ഉണ്ടാവും. ടേക്ക് ദ കപ്പിൾസോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ മേലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ ഡയറക്റ്റ് ഇങ്ങനെ ഇതുപോലെ ഫേസ് വന്ന് ഏതെങ്കിലുമൊക്കെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് കൊടുക്കുക. വെറുതെ ഒരു വീഡിയോ 4-5 വീഡിയോ നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുമ്പോഴത്തേക്കും മേലെ ഓഫർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും കാര്യം വരും. ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ആപ്ലിക്കേഷനിലേക്ക് പോയിക്കോ. അവിടെ നിങ്ങൾ അധികം വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, 161 കോയിൻസ് കിട്ടിയതിൻ്റെ പ്രൂഫാണിത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കോയിൻസ് ഉണ്ട്. കോയിൻസിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ റെഡീം ഓപ്ഷൻ താഴെ ഉണ്ടാവും. റെഡീം ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വിഡ്രോ ഉള്ള ഓപ്ഷൻ ഉണ്ടാകും. 3 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും വിഡ്രോ ആകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 7 രൂപ ഉണ്ട്. ഞാൻ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇവിടെ UPI ട്രാൻസ്ഫർ ഉണ്ട്, Paytm വാലറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, അതുപോലെ തന്നെ ആമസോൺ വാലറ്റ് ഉണ്ട്, മൊബൈൽ വാലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുകയാണ് ഇനിയും ഗൈഡ് ചെയ്യാം. ഗൂഗിൾ പ്ലേ കാർഡ് ഉണ്ട്, അതുപോലെ BGMI ഉണ്ട്, ഫ്രീ ഫയർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും പറയില്ല, ഡയറക്റ്റ് Paytm വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് Paytm വാലറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിനിമം റെഡീം ഏകദേശം 1 റുപ്പീസാണ്. ഓക്കെ,
നിങ്ങൾ 1 റുപ്പീസിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം. 10 റുപ്പീസ്, 1000 കോയിൻസ് 10, 5000 കോയിൻസ് 50, 10,000 കോയിൻസ് 100, അതുപോലെ തന്നെ 20,000 കോയിൻസ് ഏകദേശം 200 വരെ എനിക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്ന കിഡിലൻ ലൂട്ടാണ്. മിസ്സാക്കി കളയണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഏകദേശം 1 റുപ്പീസ് വിഡ്രോ എൻ്റെ എത്രയാ കോയിൻസ് അത്രയേ ഉള്ളൂ, അതുകൊണ്ട് അത്രേ പറ്റുള്ളൂ വിഡ്രോ ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ പേടിഎം നമ്പറും കാര്യമാണ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് അതിനുശേഷം എൻ്റെ പേടിഎം വാലറ്റിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്യാഷും കാര്യം ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജും കാര്യം വന്നു. അതിനുശേഷം പാസ്ബുക്ക് ആൻഡ് ഹിസ്റ്ററിയിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ പേയ്മെൻറ്റും കാര്യം ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം എനിക്ക് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് ക്വിക്സ് പേ എന്ന് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റും കാര്യം നോക്കുക, 6/7 PM 16 ഡിസംബർ 2023. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നോക്കി 6/16 ഡിസംബർ. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റാണ്. അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരാം. ബൈ.